ഹലോ, ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ അംബോസിലി നാഷണൽ പാർക്കിലേക്കാണ് ഞങ്ങളുടെ ജേണി. നൈറോബിയിൽ നിന്ന് നിയർലി 3 to 4 hours ജേണി ഉണ്ടായിരുന്നു അംബോസിലിയിലേക്ക്. ഞങ്ങൾ അംബോസിലിയിൽ താമസിച്ചത് സോപ്പ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കോമഡേഷനിലാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കും അതുപോലെ തന്നെ ചെറിയ ചൂടുള്ള ടവലൊക്കെ തന്ന് ഞങ്ങളതൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി. അപ്പോൾ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അക്കോമഡേഷനായിരുന്നു അത്. ഇതാണ് അവരുടെ റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഒരു ചെറിയൊരു കുളം കാണാൻ പറ്റി. അവിടെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുള്ളൊരു അക്കോമഡേഷനായിരുന്നു കേട്ടോ അത്. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അക്കോമഡേഷൻ. ഇതുപോലത്തെ അക്കോമഡേഷനിലൊക്കെ നമ്മൾക്ക് റൂമിൽ TV ഒന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ വൈഫൈയും ഉണ്ടാവില്ല. അപ്പോൾ വൈഫൈ നെറ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ റിസപ്ഷൻ ഏരിയയിൽ വന്നിരിക്കണം. ഞങ്ങളെത്തിയത് അറൗണ്ട് ലഞ്ച് ടൈമിൻ്റെ സമയത്താണ്. അപ്പോൾ റൂം കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ലഞ്ച് കഴിച്ചിട്ട് നമ്മൾക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാമെന്ന്. അപ്പോൾ ലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബുഫയാണ്. ഒരുവിധം എല്ലാ ക്യൂസിൻസും അവിടെ അവൈലബിൾ ആണ്. മെയിൻലി ഇന്ത്യൻ ഫുഡ്സും അതുപോലെ തന്നെ അവരുടെ ക്യൂസിൻസൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴി നമുക്ക് നിറയെ കോട്ടേജസ് നമുക്കിതുപോലെ കാണാൻ പറ്റും. കുറച്ച് ദൂരമുണ്ട് റൂമിലേക്ക് നടക്കാനായിട്ട്. പോകുന്ന വഴിക്ക് നമുക്ക് കുരങ്ങന്മാരൊക്കെ കാണാൻ പറ്റി. തൊട്ടപ്പുറത്തൊക്കെ ഫോറസ്റ്റാണെന്ന് തോന്നുന്നു. ചെറിയ മാനുകളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ താമസിച്ച ലോഡ്ജ്. അപ്പോൾ ഇത് മുകളിൽ ഇങ്ങനെ ചെറിയ ഓലകളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുകയാണ്. നമ്മളുടെ പഴയ ഒരു വീടിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ അകത്ത് കടന്നു. ഇതാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ. അപ്പോൾ 2 ബെഡും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടൊരു വാഷ്റൂമും, ഇതുപോലെ തന്നെ നിറയെ അക്കോമഡേഷൻസ് ഉണ്ട്. ഒരുവിധം എല്ലാ അക്കോമഡേഷൻസും ഫുള്ളായിരുന്നു. അങ്ങനെ റൂമിലേക്ക് കയറി ഞങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം ഈവനിങ് ഞങ്ങൾ അംബോസിലി നാഷണൽ പാർക്കിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റിസപ്ഷനിലേക്ക് നടക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം നിറയെ കുരങ്ങന്മാരിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഹോട്ടലിൽ ഒരു പൂളുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് പൂളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ വഴിക്കൊന്ന് വന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ പൂള്. പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിന്. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും പൂളിലൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ നേരെ ചെന്ന് റിസപ്ഷനിൽ ചെന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ ഗെയിം ഡ്രൈവിനായിട്ട് പോവാണ്. അപ്പോൾ ഈ യാത്ര ഞങ്ങൾ നേരെ പോകുന്നത് അംബോസിലി നാഷണൽ പാർക്കിലേക്കാണ്. ഇതാണ് അംബോസിലി നാഷണൽ പാർക്കിൻ്റെ മെയിൻ ഗേറ്റ്. അംബോസിലി നാഷണൽ പാർക്കിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എലിഫൻസിനെയാണ്. അങ്ങനെ അംബോസിലി നാഷണൽ പാർക്കിൽ ഞങ്ങൾ ഒരുപാട് എലിഫൻസിനെ കണ്ടു. അംബോസിലി നാഷണൽ പാർക്കിലാണ് നമുക്ക് ഏറ്റവും അധികം ആഫ്രിക്കൻ എലിഫൻസിനെ കാണാൻ പറ്റുന്നത്. അറൗണ്ട് ഒരു 1200-1500ഓളം എലിഫൻസ് ഈ അംബോസിലി നാഷണൽ പാർക്കിലുണ്ടെന്നാണ് കണക്ക്. അംബോസിലി എന്ന് പറയുന്ന സ്ഥലം തന്നെ അത്യാവശ്യം ചൂടുള്ളൊരു ഏരിയയാണ്. അതുപോലെ തന്നെ ഇവരുടെ മണ്ണ് എന്ന് പറയുന്നത് ഭയങ്കര പൂഴി മണ്ണാണ്. അതുകൊണ്ട് ഈ പൂഴി മണ്ണിൽ കുളിക്കുന്നതൊക്കെ എലിഫൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഏറ്റവും അധികം എലിഫൻസിനെ ഈ ഒരു റീജിയനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഒരുപാട് എലിഫൻസ് ഇങ്ങനെ കൂട്ടായിട്ട് കാണാൻ പറ്റി. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. എപ്പോഴും എലിഫൻസിൻ്റെ ഒരു കൂട്ടത്തിനെ നയിക്കുന്നത് പ്രായമുള്ളൊരു പെണ്ണാനയാണ്. അതിൻ്റെ പിറകിലാണ് ബാക്കി ചെറിയ കുട്ടിയാനകളും അതുപോലെ തന്നെ ബാക്കിയുള്ള ആനകളൊക്കെ നിൽക്കുന്നത്. എലിഫൻസ് ആണ് ഏറ്റവും അധികം ഉള്ളെങ്കിലും അവിടെ നമുക്ക് മറ്റ് നാഷണൽ പാർക്കിൽ കാണുന്നത് പോലെ ലയൺസും അതുപോലെ തന്നെ സീബ്ര, വൈൽഡ് ബെസ്റ്റ്, ഈ ആനിമൽസിനെയൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അംബോസിലി നാഷണൽ പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ലേക്ക് ഉണ്ട്. ഈ ലേക്കിൽ നമുക്ക് ഫ്ലെമിംഗോസ്, പെലിക്കൻസ് അങ്ങനെയുള്ള പക്ഷികളെയൊക്കെ നമുക്കിവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റും.
മോസ്റ്റ്ലി ഗെയിം ഡ്രൈവ്സ് ഉണ്ടാവുക മോർണിംഗ്സും ഈവനിങ് ടൈമിലാണ്. കാരണം ഏറ്റവും അധികം അനിമൽസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന 2 സമയങ്ങളാണ് രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും. ഉച്ച സമയത്ത് മോസ്റ്റ്ലി നമുക്ക് അനിമൽസിനൊന്നും അധികം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈവനിങ് ടൈമിലാണെങ്കിലും മോർണിംഗ് ടൈമിലാണെങ്കിലും ക്ലൈമറ്റും ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്കാണ് ഞങ്ങളൊരു ഹൈനേനെ കണ്ടത്. ഹൈനേനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളൊരു ഹൈനേനെ സ്പോട്ട് ചെയ്തു. അങ്ങനെ ഗെയിം ഡ്രൈവൊക്കെ കണ്ട് രാത്രി ഞങ്ങൾക്ക് ഡിന്നർ ഉണ്ടായിരുന്നു. ഈ ഡിന്നറിൻ്റെ സമയത്താണ് ഈ മസായി ട്രൈബ്സിൻ്റെ പാട്ടും ഡാൻസും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. ആംബോസിലിയിൽ കാണാൻ പറ്റുന്ന അടുത്ത മനോഹരമായ കാഴ്ചയാണ് മൗണ്ട് കിളിമഞ്ചാരോ. മൗണ്ട് കിളിമഞ്ചാരോ ടാൻസാനിയയിലാണ് ലൊക്കേറ്റ് ചെയ്തെങ്കിലും ഇതിൻ്റെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ആംബോസിലിയിൽ നിന്ന് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്രയൊക്കെ അവസാനിപ്പിച്ചു. റൂമിലൊക്കെ റെസ്റ്റ് എടുത്തു. ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് മോർണിംഗും കൂടി ഞങ്ങൾക്ക് ഗെയിം ഡ്രൈവ് ഉണ്ട് ആംബോസിലി നാഷണൽ പാർക്കിൽ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സ്ട്രെയിറ്റ് ഇനി നൈറോബിയിലേക്ക് പോവാണ്. ലെപ്പേർഡ്സിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ഒരു ജേർണി തുടങ്ങിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ലെപ്പേർഡ്സിനെയും ചീറ്റിനെയൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും ഞങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ എലിഫൻസിനെ കണ്ടു. വലിയ ടസ്കൊക്കെ ഉള്ള ഒരുപാട് എലിഫൻസ്, നമുക്ക് ആഫ്രിക്കൻ എലിഫൻസിനെ നമുക്ക് ഇവിടെ ഈ പാർക്കിൽ കാണാൻ പറ്റും. എലിഫൻസ് അല്ലാതെ തന്നെ വൈൽഡ് ബീസ്റ്റ്, അതുപോലെ തന്നെ സീബ്ര, പിന്നെ കുറേ പലതരത്തിലുള്ള മാനുകളൊക്കെ നമ്മൾ ഈ ഒരു നാഷണൽ പാർക്കിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ജേർണിയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് നൈറോബിയിലെത്തി. നൈറോബിയിൽ ഞങ്ങൾ നേരെ പോയത് മസായി മാർക്കറ്റ് കാണാനാണ്. അപ്പോൾ മെയിൻലി ഈ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സോവനിയേഴ്സും അതുപോലെ തന്നെ അവരുടെ ഒതൻറ്റിക് ആയിട്ടുള്ള ക്രാഫ്റ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഇത് നൈറോബി ടൗണിൽ തന്നെയുള്ളൊരു മാർക്കറ്റാണ്. അവിടെ ഒരുപാട് ഇവരുടെ ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക് പോയി. അങ്ങനെ റൂമിലെത്തി മക്കളെല്ലാവരും അവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ച് നെക്സ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ച് UAE പോന്നു.